വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഒരിക്കൽ കൂടെ നമുക്ക് ഈ മോർണിംഗ് ഗ്ലോറിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വേറൊരു നാമവുമില്ല. ആ നാമത്തെ പ്രഘോഷിക്കുവാനും ആ നാമത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാനും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കാൻ പോവുകയാണ്, പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് ആ സമയം കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നൊരു കീ സ്പോൺസറാണ് ഉള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് വെൽവിഷറിൻ്റെ 66ാമത്തെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ് കർത്താവ് സിസ്റ്റർ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. ദൈവകൃപയും അനുഗ്രഹവും വെൽവിഷറിൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേലുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു നല്ലൊരു ജീവിത പങ്കാളി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു കോ സ്പോൺസറുണ്ട്. കൊല്ലത്തിൽ നിന്ന് ദിവ്യ സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദിവ്യ സിസ്റ്ററിന് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം സിസ്റ്ററിൻ്റെ ലൈഫിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മോളുടെ ലൈഫിൽ ഒരു വലിയൊരു മുന്നേറ്റം, ഒരു വലിയൊരു മാറ്റം, ഒരു വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആരോഗ്യസൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഏത് രോഗത്താലാണ് അവർ അഫക്റ്റഡ് ആയിരിക്കുന്നത് കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആ രോഗത്തിൻ്റെ മേൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹീലിംഗ് നടക്കട്ടെ. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഡിയർ സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ്. കർത്താവ് നിങ്ങളെ തീർച്ചയായും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്കും ഈ ദൈവവേലയുടെ ഒരു പങ്കാളിയായി തീരാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം. ഇന്ന് വി ഹാവ് എ പവർഫുൾ മെസ്സേജ് ഫ്രം പാസ്റ്റർ. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, November 14th and 15th നമ്മുടെ ഗ്ലോ വിമൻസ് കോൺഫറൻസ് നടക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാ സ്ക്രീനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ December 31st നമ്മുടെ ക്രോസ് ഓവർ സർവീസും നടക്കുകയാണ്. ഇതിലൂടെയൊക്കെല്ലാം നമുക്ക് കർത്താവിന് വലിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. അതിൽ തന്നെ യേശു കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിച്ച ചില കാര്യങ്ങൾ. അതിലൊന്ന് ലൈഫ് ഗേറ്റ് ആൻഡ് ഡെത്ത് ഗേറ്റ്. രണ്ട് വാതിലുകൾ, രണ്ട് ഗേറ്റുകൾ. ഒന്ന് നാരോ ആണ്, സ്മോൾ ആണ്. മറ്റത് വളരെ വിശാലമാണ്. ഈ സ്മോൾ ഗേറ്റിനെ നമ്മൾ വിളിക്കുന്നത് ലൈഫ് ഗേറ്റ് എന്നാണ്. ലൈഫ് ഗേറ്റ് എന്ന പേര് വരാൻ കാരണം അതിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നിത്യജീവൻ കിട്ടും. എന്നാൽ ഇപ്പുറത്ത് കാണുന്നത് വളരെ വിശാലമായ ഒരു ഗേറ്റാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര വീതിയുള്ള ഒരു വീടിന്, ഒരു കൊട്ടാരത്തിന് ഒക്കെ ഭയങ്കരമായ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അത് കാണുന്നത് തന്നെ ഒരു ഇംപ്രഷനാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ചെറിയ ഗേറ്റിൽ കൂടി പോകുന്നതിനേക്കാൾ നല്ലത് വലിയ ഗേറ്റിലൂടെ പോകാം എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അതിലേക്ക് അങ്ങ് പോകും. അനേകരും അതിലേക്ക് പോകുന്നു. പക്ഷെ ഈ വിശാലമായ ഗേറ്റിൻ്റെ അങ്ങേയറ്റത്ത് മരണമാണ്. യേശു പറയുന്നത് ഇടുക്കുവാതിലൂടെ, നാരോ ഗേറ്റിലൂടെ കയറുക. ആ ഗേറ്റ് ആരാണ്? യോഹന്നാൻ 10ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു, യേശു തന്നെയാണ്. യേശുവിനായി ജീവിക്കുവാനെടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ യേശു എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞെടുക്കുന്ന തീരുമാനമാണ് ആ ഗേറ്റിലെ എൻട്രി എങ്കിൽ ആ റോഡിലൂടെ പോകുന്നത് അവനെ അനുഗമിക്കുന്നതാണ്. യേശുവിൻ്റെ വചനങ്ങൾ കേട്ട്, അവൻ്റെ മൊഴികൾ കേട്ട്, യേശുവിനെ ധ്യാനിച്ച്, യേശു എന്ന ഒരു സെൻട്രൽ പോയിന്റിൽ മാത്രം നമ്മുടെ ജീവിതത്തെ റൊട്ടേറ്റ് ചെയ്ത് അതിലൂടെ പോകുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. അതിനുശേഷം അതേ വചനത്തിൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 7ാം അധ്യായം 13-14 വചനങ്ങളെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിച്ചത്. അതിൽ തന്നെ വഴികളും പറയുന്നുണ്ട്. ഒന്നിനെ വിളിക്കുന്നത് ലൈഫ് റോഡ്, മറ്റേനെ വിളിക്കുന്നത് ഡെത്ത് റോഡ്. വ്യത്യാസം, ലൈഫ് റോഡ് ഈ ഇടുങ്ങിയ ഗേറ്റിന് ശേഷം, നാരോ ഗേറ്റിന് ശേഷം അകത്തൂടെ പോകുന്ന ആ വഴി വളരെ അധികം വീതിയൊന്നുമില്ല. അതിലൂടെ ഒത്തിരി പേരൊന്നും അതിലൂടെ പോകുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അധികം ആളുകളൊന്നും പോകാത്ത
ട്രെൻഡിങ് അല്ലാത്ത ഒരു റോഡ്. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെയല്ല, ജനം തിരക്ക് കൂട്ടിയാണ് പോകുന്നത്, ഒത്തിരി പേര് പോകുന്നു. പക്ഷേ ഇവരെല്ലാം മരണത്തിലേക്കാണ് പോകുന്നത്, ഇവരെല്ലാം ജീവനിലേക്കാണ് പോകുന്നത്. പ്രവേശിക്കുന്നതിന് മുമ്പ് യേശു വാർണിംഗ് തരികയാണ്, നിങ്ങൾ ആ ചെറിയ ഗേറ്റ് കൂടി പോയാൽ മതി. ആ ചെറിയ ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അട്രാക്റ്റീവ് അല്ലാത്ത, അധികമാരും കടക്കാത്ത ആ ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റ് ഏതാണ്? യേശുവിൻ്റെതല്ലാത്ത എന്തും, യേശുവിലൂടെ അല്ലാത്ത എന്തും ആ ഗേറ്റാണ്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ആരെയും മുറിപ്പെടുത്തിയെന്നൊന്നും പറയരുത്. പക്ഷേ ഞാൻ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, നാരോ മൈൻഡഡ്നെസ് ആയി, ഇതൊരു ഇടുങ്ങിയ ചിന്താഗതിയായി പലരും ചിന്തിക്കും. എല്ലാ മതങ്ങളും ഒന്നല്ലേ, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അതാണ് വിശാല ഹൃദയമായിട്ട് നമുക്ക് തോന്നുക, ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവരും ഉൾക്കൊള്ളുക, റിലീജിയസ് ടോളറൻസ് എന്നൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്, ബ്ലെസ്സിങ് ടുഡേക്ക് മതമില്ല. ബ്ലെസ്സിങ് ടുഡേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താക്കളല്ല. ബ്ലെസ്സിങ് ടുഡേ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു, എല്ലാ മതത്തിലുള്ളവരെയും സ്നേഹിക്കുന്നു. പക്ഷെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു എന്ന ഒറ്റ വ്യക്തിയിലൂടെ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ. മതം ഏതായാലും വിശ്വാസങ്ങൾ ഏതായാലും വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു, യേശുവിലൂടെ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പലർക്കും ഇടുങ്ങിയ വാതിലായി തോന്നുക. എനിവേ, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതെങ്കിൽ, അതേ അധ്യായത്തിൽ അഥവാ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 15 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. മാത്യു 7:15-19. മലയാളത്തിലുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം. വാച്ച് ഔട്ട് ഫോർ ഫാൾസ് പ്രൊഫറ്റ്സ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അഥവാ ഭൂമിയിൽ കള്ളപ്രവാചകന്മാരുണ്ട്. They come to you in sheep's clothing, but inwardly they are ferocious wolves. അവര് ചെമ്മരിയാടിൻ്റെ വസ്ത്രം അണിഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. അത് പുറമേ നിന്ന് നോക്കിയാൽ ചെമ്മരിയാട് വളരെ നിരുപദ്രവകാരിയായ, നിഷ്കളങ്കമായ, വളരെ നല്ലതെന്ന് തോന്നിക്കുന്നു. ബട്ട് ഇൻവേർഡ്ലി ദേ ആർ ഫെറോഷ്യസ് വൂൾവ്സ്. എന്നാൽ അകത്ത് കടിച്ചു കീറുന്ന ദുഷ്ട ചെന്നായ്ക്കളെ പോലെയാണ്. അവരുടെ ഇൻറ്റൻഷൻസ് വേറെയാണ്. നിങ്ങളെ ചതിക്കുക എന്നുള്ളതാണ് അവരുടെ ഇൻറ്റൻഷൻസ്. ബൈ ദെയർ ഫ്രൂട്ട്സ് യു വിൽ റെക്കഗ്നൈസ് ദം. അപ്പോൾ എങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന? ഒരാളെ ഇയാൾ നല്ല പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ബൈ ദെയർ ഫ്രൂട്ട്സ്. അവരുടെ ഫലം നോക്കുക. ഡു പീപ്പിൾ pick grapes from thorn bushes or figs from thistles? പിന്നെ അടുത്തൊരു ചോദ്യമാണ്, ആരെങ്കിലും മുള്ളുകളിൽ നിന്ന്, മുൾപടർപ്പിൽ നിന്ന്, മുൾച്ചെടികളിൽ നിന്ന് മുന്തിരി പറിക്കാറുണ്ടോ? ഗ്രേപ്സ്, മുന്തിരിങ്ങ പറിക്കാറുണ്ടോ? ഓർ ഫിഗ്സ് ഫ്രം തിസിൽസ്, അല്ലെങ്കിൽ ഒരു മുൾച്ചെടികൾ പടർന്നു നിൽക്കുന്ന തിസിൽസിൽ നിന്നും അത്തിപ്പഴം പറിക്കാറുണ്ടോ? അത്തിപ്പഴം ഉണ്ടാകുന്ന അത്തിമരത്തിലാണ്. ഗ്രേപ്സ്, മുന്തിരി ഉണ്ടാകുന്നത് മുന്തിരിച്ചെടിയിലാണ്, മുന്തിരി വള്ളിയിലാണ്. അവിടെ നിന്നല്ലേ അത് പറിക്കാൻ കഴിയൂ. മറ്റ് സ്ഥലത്ത് നിന്ന്, ഒരു മുൾച്ചെടിയിൽ നിന്ന് ഒരിക്കലും മുന്തിരിങ്ങ നമുക്ക് പറിക്കാൻ സാധ്യമല്ല. അതുപോലെ തിസിൽസ്, മുൾപടർപ്പിൽ നിന്നൊരിക്കലും നമുക്ക് അത്തിപ്പഴം പറിക്കാൻ സാധ്യമല്ല. അതിൽ നിന്നും മുള്ളേ ഉണ്ടാവും, അതിൽ നിന്നും അതിന് പറ്റിയ ഫലങ്ങളെ ഉണ്ടാവും. അടുത്തത് തീരുന്നില്ല. ലൈക്ക്വൈസ് എവ്രി ഗുഡ് ട്രീ ബെയർസ് ഗുഡ് ഫ്രൂട്ട്. ഇതുപോലെ തന്നെ എല്ലാ നല്ല വൃക്ഷങ്ങളും നല്ല ഫലം കായ്ക്കുന്നു. ബട്ട് എ ബാഡ് ട്രീ ബെയർസ് ബാഡ് ഫ്രൂട്ട്. എന്നാൽ ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം ഉണ്ടാകുന്നു. 18. എ ഗുഡ് ട്രീ കനോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട്. ഒരു നല്ല വൃക്ഷത്തിന് ഒരിക്കലും മോശം ഫലം കായ്ക്കാൻ സാധ്യമല്ല. ആൻഡ് എ ബാഡ് ട്രീ കനോട്ട് ബെയർ ഗുഡ് ഫ്രൂട്ട്. തിരിച്ച് ഒരു മോശം വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലം ഉണ്ടാക്കാനും സാധ്യമല്ല. 19-ാമത്തെ വചനം നോക്കി. എവ്രി ട്രീ ദാറ്റ് ഡസ് നോട്ട് ബെയർ ഗുഡ് ഫ്രൂട്ട് ഈസ് കട്ട് ഡൗൺ ആൻഡ് ത്രോൺ ഇൻ ടു ദ ഫയർ. എന്നാൽ
നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടി ഒരിക്കൽ തീയിൽ ഇട്ട് ചുട്ടുകളയും. മത്തായി സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ടീച്ചിങ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവിടെ യേശു പറയുന്ന ഈ ഒരു വചനഭാഗത്ത് പറയുന്നത് ഗുഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബാഡ് മിനിസ്റ്റേഴ്സ്. നമ്മൾ ആദ്യം കണ്ടു ലൈഫ് ഗേറ്റ്, ഡെത്ത് ഗേറ്റ്. അതിനുശേഷം കണ്ടു ലൈഫ് റോഡ് ആൻഡ് ഡെത്ത് റോഡ്. ഇപ്പോൾ കാണുന്നത് ഗുഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബാഡ് മിനിസ്റ്റേഴ്സ്, ഫോൾസ് മിനിസ്റ്റേഴ്സ്. ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരിൽ കർത്താവ് തന്നെ പറയുന്നു ഗുഡ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും, ഫോൾസ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. നല്ല ശുശ്രൂഷകരുമുണ്ട്, വ്യാജ ശുശ്രൂഷകരുമുണ്ട്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ചതിക്കപ്പെടും. ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. സുവിശേഷകൻ എന്ന പേരിൽ, സുവിശേഷം അറിയിക്കാൻ എന്ന പേരിൽ ഒരു വീട്ടിൽ ഒരാൾ ചെല്ലുന്നു. ചെന്ന ശേഷം പ്രാർത്ഥിക്കാനാണെന്നൊക്കെ പറഞ്ഞ ശേഷം ഇയാൾ ചെയ്ത് ഇന്ന സ്ഥലത്തെ ഇന്ന പ്രാർത്ഥനാലയത്തിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറ്റിയിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നതിനിടയ്ക്ക് ചില ബിസിനസ് കാര്യങ്ങളിലേക്ക് പറഞ്ഞു. നിങ്ങളുടെ സ്വർണം മാല തരികയാണെങ്കിൽ അതിൽ നിന്നും ചില പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞു. ആ മാല വാങ്ങി ഏതൊരു വെള്ളത്തിലിട്ട് ചെയ്ത ശേഷം അത് തിരിച്ചു കൊടുക്കുന്നു. എല്ലാം ചെയ്ത ശേഷം പിന്നീടാണ് മനസ്സിലായത് ആ മാല വെള്ളത്തിൽ മുക്കി, ദ്രാവകത്തിൽ മുക്കി തിരിച്ചു കൊടുക്കുന്നതിനുള്ളിൽ തന്നെ അതിലൊത്തിരി ഗ്രാം ഇതിലെന്തോ രീതിയിൽ എക്സ്ട്രാക്റ്റഡായി. അതുപോലെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. ചിലരെ പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. കുറേ നാളുകൾ കഴിയുമ്പോഴാണ് അകത്തിരിക്കുന്ന ചതികൾ പുറത്തേക്ക് വരികയുള്ളൂ. ആരുടെയെങ്കിലും പണം മോഷ്ടിക്കുക, സ്വർണം മോഷ്ടിക്കുക, വസ്തുക്കൾ മോഷ്ടിക്കുക, പ്രോപ്പർട്ടികൾ മോഷ്ടിക്കുക, ഇതൊക്കെ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ദുരുപദേശങ്ങളിലൂടെ അവരെ പണം തട്ടുന്നില്ല, വേറൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നില്ല, പക്ഷേ ദുരുപദേശത്തിലൂടെ അവർ വിശ്വാസികളെ വേറെ ഒന്നിലേക്ക് ദൈവത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അവികലമായ ടീച്ചിങ്സിലേക്ക് അവർ കൊണ്ടുപോകുന്നു. ഇങ്ങനെ പലതരത്തിലുണ്ട്. കർത്താവ് ഒരു വാർണിംഗ് തന്നിട്ടുണ്ട്, ഒരു അപായ സൂചന തന്നിട്ടുണ്ട്, ഡേഞ്ചർ സൈൻ കർത്താവ് തന്നിട്ടുണ്ട്. കാണുന്നവരെല്ലാം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷകർ അല്ല. കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെയൊക്കെ പരസ്യമായി പറയാമോ ബ്രദറെ? യേശുവിന് പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ? യേശു പറഞ്ഞത് ഞാൻ ഏറ്റു പറയണ്ടേ? നിങ്ങൾക്കത് പറഞ്ഞു തരണ്ടേ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്ന എല്ലാ ദൈവവചന സന്ദേശങ്ങളും കൃത്യമാകണമെന്നില്ല. നല്ലത് കാണും, ഞാനതിനെ വിധിക്കുകയല്ല. ബട്ട് ബി കെയർഫുൾ. കർത്താവ് പറയുന്നത് എന്താണ്? വളരെ വളരെ സൂക്ഷിക്കുക. ദുരുപദേശങ്ങളിൽപ്പെട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു, ബ്ലെസ്സിങ് ടുഡേ, ബ്ലെസ്സിങ് സെൻ്ററൊക്കെ തുടങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ദൈവവചനത്തിൽ നല്ല രീതിയിൽ വളർന്നിങ്ങനെ വരുന്ന ചില വീടുകളിൽ സുവിശേഷകർ എന്ന രീതിയിൽ തന്നെ, ശുശ്രൂഷകർ എന്ന രീതിയിൽ തന്നെ ചിലരൊക്കെ എൻ്റെ അറിവ് കൂടാതെ ആ വീടുകളിൽ കയറി അവരെ ടീച്ചിങ്സൊക്കെ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. ബൈബിൾ വെച്ച ടീച്ചിങ്സൊക്കെ കൊടുക്കും. പക്ഷേ പതുക്കെ 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 ഇവരുടെ ബുദ്ധി തിരിയാൻ തുടങ്ങി. പിന്നെ അവർ ബ്ലെസ്സിങ് ടുഡേയിൽ വരാതായി, അപ്രത്യക്ഷമായി. ചില കുടുംബങ്ങൾ അങ്ങനെ അപ്രത്യക്ഷമാകുകയാണ്. അതിന് കാരണം എന്താണ്? അവർക്ക് വ്യക്തമായി ദൈവവചനത്തിൻ്റെ ഒരു റൂട്ടില്ലായിരുന്നു. ഈ പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കുറേ കഴിയുമ്പോഴാണ് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. എപ്പോഴും ഓർക്കണം, ഇപ്പം വിഷം കൊടുത്ത് ചതിച്ചു കൊല്ലുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ മുമ്പിൽ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വിഷം എടുത്ത് കലക്കി കുടിക്കുക, വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൊടുക്കാറുണ്ട്. ഏറ്റവും രുചികരമായ ഏറ്റവും നല്ല ഭക്ഷണത്തിനകത്താണ് അത് കലക്കി കൊടുക്കുന്നത്. അവർ പോലും അറിയുന്നില്ല.
അവർ പോലും അറിയുന്നില്ല. സോ വ്യാജ ഉപദേശം, ദുരുപദേശം വരുന്നത് നല്ല ഉപദേശത്തിൻ്റെ രീതിയിലാണ്. ഇറ്റ് വിൽ ബി സോ പാലറ്റബിൾ, ഇറ്റ് വിൽ ബി സോ അട്രാക്റ്റീവ്. കാണുമ്പോൾ ഡെലീഷ്യസ് ആയി തോന്നും, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഉപദേശമായിട്ട് തോന്നും. പക്ഷെ പതുക്കെ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാം. ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ 4 സുവിശേഷങ്ങളിൽ ആദ്യ സുവിശേഷത്തിൽ തന്നെ, ആദ്യ അധ്യായങ്ങളിൽ തന്നെ യേശു കർത്താവ് വ്യക്തമാക്കുന്നു, കള്ളപ്രവാചകന്മാർ ഈ ഭൂമിയിലുണ്ട്. മറ്റു സ്ഥലത്ത് കള്ളക്രിസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ കള്ളക്രിസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നുമുണ്ട് ക്രിസ്തു എന്ന പേരിൽ പല സ്ഥലങ്ങളിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനാണ് ക്രിസ്തു, ഞാനാണ് ക്രിസ്തുവിൻ്റെ അവതാരം, ഞാനാണ് ഈ യുഗത്തിലെ ക്രിസ്തു, അല്ലെങ്കിൽ ഈ കാലത്ത് ദൈവം അയച്ചിരിക്കുന്ന ക്രിസ്തു ഞാൻ. അതിൻ്റെ പിന്നാലെയും ആയിരക്കണക്കിന് ജനങ്ങളാണ്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. കാരണം എന്താണ്? യഥാർത്ഥ ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ഉപദേശം മനസ്സിലാക്കിയെങ്കിലല്ലേ തെറ്റായ ഉപദേശത്തെ മനസ്സിലാക്കാൻ കഴിയൂ. വിവേചിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവവചനത്തിൽ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. ഹലോ, അതുകൊണ്ടാണ് ഈ മോർണിംഗ് ഗ്ലോറി നിരന്തരം നിങ്ങൾ കാണുന്നു. ഇതൊന്നും കൂടാതെ തന്നെ സ്വന്തമായിരുന്ന് ദൈവവചനം വായിച്ച് വ്യക്തതയോടെ ഉപദേശങ്ങളിൽ ഉറക്കുക, സത്യ നിർമ്മല ഉപദേശത്തിൽ ഉറയ്ക്കുക. എങ്കിലാണ് കേൾക്കുമ്പോൾ തന്നെ ദിസ് ഈസ് റോങ് എന്ന് പറയാൻ നമുക്ക് സാധിക്കൂ. ഇവിടുത്തെ വാണിങ്ങിൽ കർത്താവ് വ്യക്തമായൊരു വാണിംഗ് തരുമ്പോൾ, ഒന്ന്, വാച്ച് ഔട്ട് ഫോർ ഫോൾസ് പ്രോഫറ്റ്സ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വരുന്നതിന് വരവ് പറഞ്ഞിട്ടുണ്ട്. ദേ കം ടു യു ഇൻ ഷീപ്സ് ക്ലോത്തിങ്, ചെമ്മരിയാടിൻ്റെ, ആടിൻ്റെ വസ്ത്രമണിഞ്ഞു വരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ കുഞ്ഞാട്, വളരെ സൗമ്യത, ശാന്തത, കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഇത് തോന്നും. ബട്ട് ഇൻവേർഡ്ലി ദേ ആർ ഫെറോഷ്യസ് വൂൾസ്. അവരുടെ അകത്തിരിക്കുന്നത് ചില പൈശാചിക ശക്തികളാണ്, ദുരുദ്ദേശങ്ങളാണ്. ഇവരെ മുതലെടുക്കുവാനും നശിപ്പിക്കുവാനുള്ള പലതാണ് അകത്തിരിക്കുന്നത്. ബൈ ദ ഫ്രൂട്ട്സ് യു വിൽ റെക്കഗ്നൈസ് ദം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരുടെ ലൈഫ് വീക്ഷിക്കുക. ജീവിതത്തിൽ അവരുടെ ഫ്രൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നവരുടെ പ്രവൃത്തികൾ പ്രസംഗം പോലെയാണോ പ്രവൃത്തി നോക്കുക. ഇല്ലെങ്കിൽ സൂക്ഷിക്കുക. അതിനുശേഷമാണ് കർത്താവ് അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം നിങ്ങൾ ആരെങ്കിലും പറിച്ചെടുക്കാറുണ്ടോ? അതുപോലെ മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴം പറിക്കാറുണ്ടോ? നല്ല വൃക്ഷത്തിന് നല്ല ഫലമേ കായ്ക്കാൻ കഴിയും, മോശം വൃക്ഷത്തിന് മോശം ഫലമേ കായ്ക്കാൻ കഴിയും. തിരിച്ചു മറിച്ചും ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇതൊക്കെ കർത്താവ് പറയും. ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കിയേക്കാം. അതിൻ്റെ 21-ാമത്തെ വചനം. അതിൽ, നോട്ട് എവ്രി വൺ ഹൂ സേസ് ടു മീ ലോർഡ് ലോർഡ് will enter the kingdom of heaven, but only the one who does the will of my Father who is in heaven. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വ്യക്തമാണ്. കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല. ഒത്തിരി പേര് കർത്താവിനെ വിളിക്കുന്നില്ലേ? എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല. ബട്ട് ഓൺലി ദ വൺ who does the will of my Father who is in heaven. എന്നാൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരത്രേ സ്വർഗ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എത്ര ശക്തമാണ്, എത്ര വ്യക്തമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പ്രാർത്ഥനയിൽ എല്ലാവരും കർത്താവേ കർത്താവേ കർത്താവേ. എത്രയോ രോഗികൾ നിലവിളിക്കുന്നു. വേദന വരുമ്പോൾ കർത്താവേ എന്ന് വിളിക്കും. കർത്താവേ എന്ന് വിളിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിനുള്ളൊരു മാനദണ്ഡമല്ല. ഹലോ, അതല്ല മാനദണ്ഡം. പിന്നെന്താണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ബൈബിൾ. ആ ബൈബിൾ നിരന്തരമായി വായിച്ച്, സന്ധ്യാപ്രാർത്ഥനയ്ക്കൊന്ന് വായിച്ചു, രാവിലെ ഒന്ന് വായിച്ചു, മോർണിംഗ് ഗ്ലോറിയുടെ സമയത്ത് 1-2 വചനം എഴുതി. നോ, അതൊന്നും പോരാ. വ്യക്തമായി ഇരുന്ന് ദൈവവചനം പഠിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അവൻ്റെ ഇഷ്ടമറിഞ്ഞത് നിവർത്തിക്കണം. അത്രയും വ്യക്തമായി
പോകേണ്ടത് ആവശ്യമാണ്. കൈനീട്ടി പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു പരിപൂർണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. വയറിനകത്തുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അലർജി സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്രെയിനിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ വലിയ കരം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ അങ്ങ് അയക്കുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുതത്തിനായി നന്ദി പറയുന്നു. വർഷിപ്പ് യു ഫാദർ, വർഷിപ്പ് യു ഫാദർ. പുകവലി ശീലം ചിലരിന്ന് കർത്താവ് എടുത്തു കളയുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് തടസ്സമായി പല കാര്യങ്ങളുള്ള ദമ്പതികൾ, ചിലപ്പോൾ ഭർത്താവിനായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ഭാര്യയ്ക്കായിരിക്കും പ്രശ്നം, ചിലപ്പോൾ രണ്ടുപേർക്കുമായിരിക്കും. എന്താണേലും കർത്താവ് സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവർക്കൊരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവ് നീ ഇങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയുമായി പാർട്ട്ണർഷിപ്പിൽ മുന്നിലേക്ക് പോകുക. പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു വൺ ടൈം ഒരു ഗിഫ്റ്റ് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അയക്കാം. അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറായി മാറാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. നാളെ നമുക്ക് വേണ്ടി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.